ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലായിടത്തും മഴയാണെന്നറിയാം. ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഹൊച്ചിമിൻ സിറ്റിയിലാണെന്നുള്ളത്. അപ്പം എൻ്റെ ഇന്നത്തെ മെയിൻ പണി എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. കുറച്ച് ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കലായിരുന്നു. ഇനി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 5 ദിവസത്തേക്കുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വഴിയെ പറയാം. ഇത് നമ്മൾ പോകുന്നതിന് ഒരാഴ്ച മുന്നേ എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്പിങ്സാണ്. അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ഫുൾ ഇറ്റിനറി തയ്യാറാക്കിയതാണ്. നമ്മൾ ChatGPTയോട് ചോദിച്ചിട്ട് നമ്മൾ ട്രാവൽ പാക്കേജ് എടുത്തിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ഏതൊക്കെയാണ് മെയിൻ സ്ഥലങ്ങൾ എന്നുള്ളത് വെച്ചിട്ട് അതിനനുസരിച്ച് ഒരു ഇറ്റിനറി ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ എടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വിയറ്റ്നാമിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഹനോയിലേക്കാണ്, അതായത് നോർത്തേൺ വിയറ്റ്നാമിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ആകെ 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ വഴിയെ പറയാം. നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് രാവിലെ 5:30-ക്കായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 3:30-ക്ക് നമുക്ക് ഇറങ്ങണം. ഒരു 15-20 മിനിറ്റാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഒരു 4 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മണീൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗേറ്റിൻ്റെ അടുക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും വേഗം തന്നെ ഉള്ളിലേക്ക് കയറി. ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് സൺ ഫുക്കോക്ക് എയർവേയ്സ് ആയിരുന്നു. നല്ല ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ കാലുവെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് തന്നെയായിരുന്നു അത്. തലേദിവസം നമ്മൾ ഉറങ്ങാത്തതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും ഫ്ലൈറ്റ് മുകളിലേക്ക് എടുത്ത പാടെ തന്നെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഉറങ്ങാൻ കിടന്നു. ഫ്ലൈറ്റിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെജിൻ്റെ നമ്മുടെ പപ്സ് പോലത്തെ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു യോഗേർട്ടും പിന്നെ കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും കൊക്കക്കോള അതുപോലത്തെ ഡ്രിങ്ക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കണ്ണു ചുമ്പുമ്പോഴത്തേക്കും നമ്മൾ ഹനോയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 1.25 മണിക്കൂറാണ് നമുക്ക് ഹൊച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഹനോയിലേക്കുള്ളത്. ഹനോയ് എന്ന് പറയുന്നത് വലിയൊരു എയർപോർട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ ഇന്ത്യക്കാരൊക്കെ കുറേ അധികം ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ നമുക്ക് അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ലഗേജെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സാനക്സാം ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഹനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ ബേ ലക്ഷറി ബീജിങ് ഹോട്ടലാണ്. ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഈ ഹോട്ടലിൽ നിന്നും ഏകദേശം കുറച്ച് അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും എളുപ്പത്തിൽ ആക്സസ് ഉണ്ടാവും.